നമസ്കാരം. ഫണ്ട് എടുത്ത് സിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുറേയേറെ നാളുകൾക്ക് മുമ്പ്, ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ പ്രധാനമായും പ്രതിപാദിച്ചിരുന്നത് നിക്ഷേപകർ കൂടുതൽ ബോധവാന്മാരാകണമെന്നുള്ളതും നല്ല സൊസൈറ്റികളെ ചീത്തയിൽ നിന്നും തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സുമൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ അടുത്ത കാലത്ത് ഏതോ ഇത്തരത്തിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അക്കൗണ്ട് മൊബിലൈസേഷന് വേണ്ടിയിട്ടോ ക്യാമ്പയിനറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു മാന്യ സുഹൃത്ത് കാണുകയും, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചർച്ച നടത്തിയതിൻ്റെ അകത്തു നിന്ന് അദ്ദേഹം പ്രധാനമായിട്ടും ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എത്ര ഈ പറഞ്ഞ പോലെ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പൊളിഞ്ഞു പോയതിനെക്കുറിച്ച് അറിയാം? ഇത് ഒത്തിരി കാലമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒത്തിരിയേറെ കാലമായിട്ട് ഞാൻ ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും പൊളിഞ്ഞു പോയിട്ടുള്ളത് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ലിക്വിഡൈസ് ചെയ്തു പോയതോ അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചതോ ഒക്കെ ഉണ്ടോ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് കുറച്ചൊക്കെ ഞെട്ടിക്കുന്ന ഒരു സത്യം മനസ്സിലായത്. ലിക്വിഡൈസ് ചെയ്തു പോയിട്ടുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ത്യയിൽ വളരെ അധികമുണ്ട്. മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ലിക്വിഡൈസ് ചെയ്തു പോയത് ഏകദേശം 100ൻ്റെ അടുത്തുണ്ട്. മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ ഏകദേശം 300ൻ്റെ അടുത്തും ലിക്വിഡൈസ് ചെയ്തു പോയിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്തായിട്ട് നിക്ഷേപകരെ പറ്റിച്ച ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിനെക്കുറിച്ച് കൂടി ഈ വാർത്തകൾ പരതുന്നതിനിടയിൽ കണ്ണിൽപ്പെട്ടു. അത് ആഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലുള്ളതാണ്. മലയാളികളുടേതാണ്. ഒരു പ്രമുഖ നടിയെയൊക്കെ വെച്ചിട്ടുള്ള പരസ്യമൊക്കെ ഞാൻ യൂട്യൂബിൻ്റെ അകത്തും ഫേസ്ബുക്കിൻ്റെ അകത്തുമൊക്കെ ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് തപ്പുമ്പോൾ കണ്ടു. ആ പരസ്യത്തിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, എന്ന് വേണം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് ഈ ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾ നല്ലതായിരിക്കുമെന്നാണ്. ഇത് ആർക്കുള്ള സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഇപ്പോൾ മാത്രമേ അതിൽ നിക്ഷേപിച്ചവർക്ക് മനസ്സിലായുള്ളൂ. കാരണം ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ സാമ്പത്തികം, അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾ പണമിട്ട് അവരെ സഹായിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പെയ്ഡ് ആയിട്ടുള്ള കുറേ പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ, അതായത് വാർത്തകൾ എന്ന് തോന്നിക്കാത്ത വാർത്തകൾ, സ്പോൺസേർഡ് ന്യൂസ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഒരു മിഡ് ഡേ എന്ന് പറയുന്ന ഒരു മുംബൈ ബേസ്ഡ് ടാബ്ലോയിഡിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് കാര്യങ്ങൾ വളരെ രസകരമായിട്ട് തോന്നി. കാരണം ഇവർ 10-15 വർഷങ്ങളായിട്ട് ഫിനാൻസും ഹോസ്പിറ്റാലിറ്റിയും, അതായത് ഫിനാൻസ് കമ്പനിയും ഹോട്ടൽ ബിസിനസ്സും ഒക്കെ നടത്തുന്നവരാണ്. വളരെ ലളിതമാണ്. കാരണം ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു അസറ്റ് ഇൻറ്റൻസീവായിട്ടുള്ള ബിസിനസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം കണ്ടെത്തുവാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗം ഇതേപോലത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുകയും നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക എന്നുള്ളതുമാണ്. ആ പണം വെച്ചിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാം. നിർഭാഗ്യവശാൽ ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സുകൾ, അതായത് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സും ഈ ബ്ലേഡ് ബിസിനസ്സും ഒക്കെ ചിലപ്പോൾ പൊളിഞ്ഞുപോയി കാണാം. അതായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കമ്പനി ഇത്തരത്തിൽ ആയിപ്പോകാനും നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാനും പറ്റാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ട് കേരളത്തിൽ ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നത് എന്നുള്ളത്. കാരണം ഇവർക്ക് അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ആശ്രയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും 2 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഉള്ളത്. അപ്പോൾ അതിന് അവർ ഉത്തരം പറയുന്ന ഒരു കാര്യം, എന്താണ് വെല്ലുവിളി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം, ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഈസ് ക്രിയേറ്റിംഗ് അവയർനെസ് അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് മോഡൽസ്. പീപ്പിൾ ഓഫൺ ഹെസിറ്റേറ്റ് ടു ഇൻവെസ്റ്റ് ഇൻ സംതിങ് ന്യൂ, ബട്ട് ബൈ ഡെമോൺസ്ട്രേറ്റിംഗ് ടാഞ്ചിബിൾ റിസൾട്ട്സ് വി ബിൽഡ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരെ ഈ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് ഉള്ള ഒരു ബോധവൽക്കരണം നൽകി പണം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്നാണ്. വളരെ സ്വാഭാവികമാണ്. കാരണം കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ളവർ പലതരത്തിലും ആലോചിക്കും. പക്ഷേ എങ്കിൽ പോലും വലിയ റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതി പണമിടുന്നത് പോലെ പലപ്പോഴും പണമിടും. അപ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% പേരും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങിയത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങി അതിൻ്റെ അകത്തു നിന്ന് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിക്ഷേപങ്ങൾ വാങ്ങിച്ച് അത് പണം ലോണായിട്ട് കൊടുത്തിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ളവർക്ക് കൊടുത്തിട്ട് ആ ഒരു ബിസിനസ്, ബാങ്കിങ് ബിസിനസ് ചെയ്യുക എന്ന രീതിയിലല്ല ഉള്ളത്. അവർ താരതമ്യേന കുറഞ്ഞ പലിശ,
അതായത് 12-15% എന്ന് പറയുന്ന ഒരു പലിശ നിക്ഷേപങ്ങൾക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് താരതമ്യേന കുറഞ്ഞതെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചുരുങ്ങിയ ഇൻട്രസ്റ്റിന് ലോൺ കിട്ടാൻ ബാങ്കുകളിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, അത്തരത്തിൽ ബാങ്കുകളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ തന്നെ ബിസിനസ് ലോൺ ആണെങ്കിൽ പോലും അതിന് ഈട് എന്തെങ്കിലുമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ട്. അതേസമയം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാകുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. നിക്ഷേപമായിട്ട് ഈ ഒരു പണം സംഭരിക്കാം. ആ ഒരു പണം വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം, ഈ ഒരു പണം എടുത്ത് ചെയ്യുന്ന ബിസിനസ് നഷ്ടത്തിലായി കഴിഞ്ഞാൽ തിരിച്ച് നൽകുക എന്ന് പറയുന്ന ഒരു സംഭവം മുമ്പിലില്ല. നിയമം ഇത്തരത്തിലുള്ള മറ്റ് ബിസിനസ്സുകൾ ചെയ്യരുത് എന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ കമ്പനി പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ലിക്വിഡൈസേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൻ്റെ അകത്ത് കാണിക്കുന്ന പോലെ തന്നെ 100 ചില്ലറ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഏകദേശം 300 ചില്ലറ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും പൊളിഞ്ഞു പോയ പോലെ ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വരും, ഒരു ലിക്വിഡേറ്റർ വരും. എന്നിട്ട് പരിശോധിച്ച് സാധാരണ രീതിയിൽ ആസ്തികൾ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അത് വിതരണം ചെയ്യുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ പൊളിഞ്ഞു പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ആസ്തികളൊന്നും ഉണ്ടാകില്ല, ബാധ്യതകളായിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപ്രകാരം നിങ്ങൾ ഇട്ട പണം നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസ്ക് എല്ലാത്തിൻ്റെ അകത്തും ഇല്ലേ? നമുക്കറിയുന്ന പോലെ തന്നെ പൊളിഞ്ഞു പോകുന്ന റിസ്ക് എപ്പോഴും എല്ലാത്തിൻ്റെ അകത്തും ഉണ്ട്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റികളാകട്ടെ, എന്തിനേറെ പറഞ്ഞു ഷെഡ്യൂൾഡ് ബാങ്ക് ആകട്ടെ, പ്രൈവറ്റ് ബാങ്ക് ആകട്ടെ, ഇവയ്ക്കെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ അകത്തും ഡെപ്പോസിറ്റ്, ഗ്യാരണ്ടി, ഇൻഷുറൻസ് ഉണ്ട്. എന്തിനേറെ പറയുന്നു, കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ എന്ന് പേര് വെക്കാൻ പാടില്ല എന്ന് RBI പറഞ്ഞിട്ടുള്ള സൊസൈറ്റികൾ ഉൾപ്പെടെ, വനിതാ സഹകരണ സൊസൈറ്റി എന്നോ കാർഷിക സൊസൈറ്റി എന്നൊക്കെ പറയുന്ന കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികൾ ഉൾപ്പെടെ ഇവയ്ക്കെല്ലാം 5 ലക്ഷം രൂപ വരെയുള്ള ക്രെഡിറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സൊസൈറ്റികൾ പൊളിഞ്ഞു പോയാൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ 5 ലക്ഷം രൂപയുള്ള പണം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. പക്ഷേ ഈ പറഞ്ഞ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ 99% കേരളത്തിൻ്റെ പുറത്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഥവാ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ പോലും സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുക. അവയ്ക്ക് ഡെപ്പോസിറ്റ്, ഇൻഷുറൻസ് ഇല്ല. അപകടങ്ങൾ ആർക്കും വരാം. പക്ഷേ ഈ അപകടങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഡാമേജുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ്, ആ ഒരു ഇൻഷുറൻസ് റിസ്ക് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രം ഇറങ്ങി പുറപ്പെടുക എന്നുള്ളൊരു കാര്യമാണുള്ളത്. മേൽപ്പറഞ്ഞ അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇത് പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ കേസും കൂട്ടുമായിട്ട് നടക്കുന്നവർ അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സൊസൈറ്റി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതാണ് എന്ന രീതിയിലാണ് നിക്ഷേപം സ്വീകരിക്കാൻ വന്നവർ വിശ്വസിപ്പിച്ചത് എന്നുള്ളതാണ്. ശരിയാണ്, ഇത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചതാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെയാണ് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൽ അംഗീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ബിസിനസ്സുകളൊന്നും പൊളിഞ്ഞു പോകാൻ പാടില്ല എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പലചരക്കുകാരൻ വരെ അയാൾ ആ ബിസിനസ് നടത്തണമെങ്കിൽ ലോക്കൽ ബോഡി അംഗീകരിക്കണം, DNO ലൈസൻസ് വേണം. അതിൻ്റെ അർത്ഥം ഈ പലചരക്ക് ബിസിനസ്സിൻ്റെ അകത്ത് നിങ്ങൾ ഒരു 10 രൂപ നിക്ഷേപിച്ചിട്ട് ആ പലചരക്ക് കടക്കാരൻ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ചെന്നിട്ട് നിങ്ങൾ നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി ചെല്ലരുത്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായിട്ടുള്ള മലയാളികൾ ഇനിയെങ്കിലും ദയവായി സ്വയബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക. മോഹനമായിട്ടുള്ള റിട്ടേൺസ് നൽകുന്ന ഒരു നിക്ഷേപ പദ്ധതിയും ഏറെക്കാലം മുന്നോട്ട് പോയതായിട്ട് ചരിത്രമില്ല. മറ്റൊരു വിധത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.